ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഇതാണ്, സീക്വൻസ് ആൻഡ് സീരീസ്. ഓക്കെ, അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസിനകത്ത് എന്താണ് സീക്വൻസ്? വാട്ട് ഈസ് സീക്വൻസ്? എ സീക്വൻസ് ഈസ് ആൻ എൻലെസ് സക്സഷൻ ഓഫ് നമ്പേഴ്സ് placed in certain order so that there is first number, second number and so on. അതായത് ഒരു നമ്പറിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ, അതിനെയാണ് സീക്വൻസ് എന്ന് പറയുക. എക്സാമ്പിൾ ഇപ്പോൾ 2, 4, 6, 8. അപ്പോൾ എന്തെങ്കിലും ഒരു സെർട്ടൈൻ ഓർഡറിൽ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക. സെറ്റാണോ? അപ്പോൾ വാട്ട് ഈസ് സീരീസ്? സീരീസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ടേമും നമ്മൾ സമ്മപ്പ് ചെയ്യില്ലേ. എന്താ സമ്മപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ആഡ് ചെയ്യില്ലേ. അത് ഈ ഓരോ സീക്വൻസിലെ ആ ഓരോ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ ടേമിനെയും നമ്മൾ വെറുതെ ആഡ് ചെയ്ത് കിട്ടില്ലേ, അതാണ് സീരീസ്. അപ്പോൾ 2 + 4 + 6 + എക്സെട്ര ഈസ് എ സീരീസ്. ക്ലിയർ ആണോ? സീക്വൻസ് ക്ലിയർ ആയില്ലേ രണ്ടുപേർക്കും? ഇല്ല. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ നമ്പറുകളെ നമ്മൾ അറേഞ്ച് ചെയ്യില്ലേ, അതാണ് സീക്വൻസ്. ഇപ്പം 2, 4, 6, 8 എക്സെട്ര അതൊരു സീക്വൻസ് ആണ്. അതുപോലെ 3, 6, 9, 12 എക്സെട്ര അതൊരു സീക്വൻസ് ആണ്. 1, 2, 3, 4, 5 അതൊരു സീക്വൻസ് ആണ്. ക്ലിയർ ആയോ? ഇത് കൃത്യമായിട്ട് കോമിട്ട് നമ്മൾ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുക. ക്ലിയർ ആണോ? സോറി, അതന്നെ സമാന്തര ശ്രേണി അല്ല. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. ഇത് വെറുതെ ഒരു സീക്വൻസ്, വെറുതെ നമ്പറുകളെ നമ്മൾ കോമിറ്റ് എഴുതിയാൽ അത് സീക്വൻസ് ആണ്. ക്ലിയർ? പിന്നെ തീർച്ചയായിട്ടും സീക്വൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് സീരീസ്? സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ സീക്വൻസ് നമ്മൾ സമ്മപ്പ് ചെയ്യില്ലേ, അതായത് എത്ര നമ്പറുകൾ ഉണ്ടോ അതെല്ലാം കൂടി പ്ലസ് ചെയ്യില്ലേ, അതാണ് സീരീസ്. ഇപ്പോൾ 2, 4, 6, 8 എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ആണ്. പക്ഷെ 2 + 4 + 6 + എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ, ദാറ്റ് ഈസ് സീരീസ്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ സമാന്തര ശ്രേണികൾ. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ? സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്കൊരു സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സീക്വൻസ് ഇപ്പം ഇങ്ങനെയാണെന്ന് കരുതാം. ഇപ്പോൾ 2, 4, 6, 8 എക്സെട്ര. കണ്ടോ മക്കളെ? എക്സെട്ര എക്സെട്ര ഉണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ടേം ഇല്ലേ, ഫസ്റ്റ് ടേം, അതിന് നമ്മൾ എ എന്നാണ് പറയുക. എന്താ പറയാ? എ. ഓക്കെ അല്ലേ? ഇനി ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ആണ്. അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ T2 - T1 ചെയ്യണം. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന്, രണ്ടാം പദത്തിൽ നിന്നും ഫസ്റ്റ് പദം മൈനസ് ചെയ്യണം. അതെപ്പോഴും സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കണം. അല്ലെങ്കിൽ 1ൽ നിന്ന് സെക്കൻഡ് കുറയ്ക്കരുത്. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ തേർഡിൽ നിന്ന് സെക്കൻഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ 4th നിന്ന് തേർഡ് കുറയ്ക്കുകയോ ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ തൊട്ടടുത്ത 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം. അതിൽ എ എന്ന് പറഞ്ഞ എന്തായാലും സാധനം? എ എന്ന് പറഞ്ഞ എന്താ സാധനം? ഫസ്റ്റ് ടേം. ഡി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് എയും കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സീക്വൻസിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. കത്തിയ? ക്ലിയർ ആയോ? ഇല്ല. അതായത് ഇപ്പൊ 2, 4, 6 എക്സെട്ര. ഇത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ശരിയല്ലേ? എങ്കിൽ ഈ സീക്വൻസിലെ 10ാമത്തെ ടേം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ എത്രാമത്തെ ടേം ചോദിക്കണേ?
10ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ ആയിട്ട് ഈക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈക്വേഷൻ അതായത് നമുക്കൊരു സീക്വൻസിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ ആ സീക്വൻസിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഈക്വേഷൻ പറഞ്ഞേ a+n-1 × d. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ? ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്ര? ഞാൻ എഴുതിയ സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയാ? അപ്പൊ 2 പ്ലസ് n-1 × d. എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രാമത്തെ ടേം വേണമെന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാൻ പോണേ നമ്മള്? അപ്പൊ 10 - 1. ഡി എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും അറിയോ? 2 പ്ലസ് 10 × 1 കുറച്ച് എത്രയാ മക്കളെ? 10 × 1 കുറച്ചാ 9 × 2 എത്രയാ? 18 + 2 20. ക്ലിയർ ആയോ? അതായത് ഈ സീക്വൻസ് ഇങ്ങനെ തുടർന്ന് പോയാൽ എങ്ങനെ പോയാൽ 2 4 6 8 ഇങ്ങനെ തുടർച്ചയായിട്ട് പോയാല് ഇതിനെ 10ാമത്തെ ടേം 20 ആയിരിക്കും. ക്ലിയർ ആണോ? ടേം കണ്ടുപിടിക്കാൻ പറയും. ഒരു സീക്വൻസ് എന്നിട്ട് എത്രാമത്തെ ടേം കാണാൻ പറയും. അപ്പൊ എല്ലാവർക്കും ഇക്വേഷൻ കിട്ടിയ മക്കളെ? യെസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ടേം കാണുന്ന ഇക്വേഷൻ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് 2022 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്താലോ? 19ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്താലോ? റെഡിയാണോ? 19ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോ. നിങ്ങൾ ഓരോന്നും കണ്ടു. ഇക്വേഷൻ ആദ്യം പറഞ്ഞേ. a പ്ലസ് എ എത്രയാ മക്കളെ? ക്വസ്റ്റ്യനിലെ എ എത്രയാ? ഡി എങ്ങനെ കാണാ? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 10ാമത്തെ ടേം അല്ലേ കാണാൻ പറഞ്ഞേക്കണേ. അപ്പൊ a പ്ലസ് 4 10 - 1 × 4. അപ്പൊ എന്ത് വരും? 4 പ്ലസ് 9 × 4 എത്രയാ? 36. 36 പ്ലസ് 4 മക്കളെ 40 കിട്ടിയ എത്ര മാർക്ക് കിട്ടുന്നറിയോ? എത്ര മാർക്കാ? പിന്നല്ലാതെ ഇത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വട്ടം 2022 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ. അത് കണ്ട. ഫൈൻഡ് ദ 10th ടേം ഓഫ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 4 8 12 എക്സെട്ര. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ ഈ പ്രോബ്ലം? tn അല്ലെങ്കിൽ t10 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 10ാമത്തെ ടേം അല്ലേ? അപ്പൊ t10 അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി. ഫൈൻഡ് ദ 14th ടേം ഓഫ് ദ സീരീസ് 13 + 17 + 21 + 25 + എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് സീക്വൻസ് ആണോ സീരീസ് ആണോ തന്നേക്കണേ ക്വസ്റ്റ്യനില്? അത് ക്വസ്റ്റ്യനില് വ്യക്തമായി സീരീസ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാലോ പ്ലസ് ഇട്ട് തന്നാൽ അത് എന്താണ്? സീരീസ് ആണ്. യെസ്. അപ്പൊ നമുക്ക് ടേം കാണാറില്ല. 14ാമത്തെ ടേം അല്ലേ കാണാൻ പറ്റും. ഇക്വേഷൻ അറിയാം നിങ്ങൾക്ക്. a + n-1 × d ആണ്. അപ്പൊ അതിനകത്ത് a എത്രയാ മക്കളെ? a പറഞ്ഞേ. 13. d എങ്ങനെ കാണാം? d എങ്ങനെ കാണാം? d = 13 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. a + n-1 × d. a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 13 ആണ്. അപ്പൊ 13 + 14 - 1 × d അല്ലേ? അപ്പൊ 14 1 കുറച്ചാൽ എത്രയാ? അപ്പൊ 13 d എത്രയാ? 4. അപ്പൊ 13 + 13 × 4 52. 52 13 കൂട്ടുമ്പോ 65. ക്ലിയർ ആയോ? സെറ്റ് ആയോ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്. ഓക്കെ. ഇനി ശ്രദ്ധിക്കാം കേട്ടോ.
ഇനി ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്തെടുക്കാം കേട്ടോ. നോക്കി 20th ടേം ഓഫ് ദ സീരീസ്, ഈ സീരീസിൽ 20ാമത്തെ ടേം കാണാൻ കണ്ടുപിടിക്കാമല്ലോ നിങ്ങൾക്ക്, സുഖമല്ലേ? ഡൗട്ടില്ലല്ലോ? കണ്ടുപിടിച്ചോളേ നിങ്ങൾ. 10th ടേം ഓഫ് ദ സീരീസ് ഇത് നമുക്ക് കാണാം, കാരണം വെച്ചാൽ അത് മൈനസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിക്കാം, നോക്കാം കേട്ടോ. ഫസ്റ്റ് ടേം എത്രയാ ഈ ക്വസ്റ്റ്യനിലെ? ഫസ്റ്റ് ടേം എത്രയാ പറഞ്ഞേ? a is equal to 3. യെസ്. ഡി എങ്ങനെ കാണാം? ഡി is equal to എന്ത് വരും? 1 മൈനസ് 3 എത്രയാ? മൈനസ് 2. 10ാമത്തെ ടേം അല്ലേ കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. a പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്നറിയാം? -2 ആണെന്നറിയാം അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ മക്കളെ? 10ൽ നിന്ന് 1 കുറച്ചാ 9 ഇൻറ്റു ഡി എത്രയാ? ഡി നമുക്ക് എത്ര കിട്ടിയാണ്? -2 അല്ലേ. അപ്പോൾ 9 ഇൻറ്റു -2, എ നമുക്കറിയാം 3 ആണ്. അപ്പോൾ 3 പ്ലസ് 9 ഇൻറ്റു -2, 9 ഇൻറ്റു 2 എത്രയാ? 18. അപ്പോൾ നമുക്ക് 3 പ്ലസ് -18 അങ്ങനെയല്ലേ വരിക അല്ലേ? കിട്ടും. അപ്പൊ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ. അപ്പൊ ഇതിൽ വലുത് ഏതാ? 18 3 കുറച്ചാല് വലുതിന്റെ സൈൻ നെഗറ്റീവ് അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എന്തായിരിക്കും? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അതായത് നോർമൽ ആയിട്ട് ചെയ്യുന്ന കേസ് മൈനസ് വരുമ്പോ അതും കൂടി അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. അടുത്ത 8th ടേം ഓഫ് ദ സീരീസ് 6, 5, 5, 4. അപ്പൊ നമുക്ക് അര കൊടുത്താൽ മതി കേട്ടോ. എത്ര കൊടുത്താൽ മതി? 0.5 എന്ന് കൊടുത്താലും മതി. അപ്പൊ ഫസ്റ്റ് ടേം നിങ്ങൾക്ക് കിട്ടും. a is equal to എത്ര വരിക? 6. സംശയം ഉണ്ടോ? d is equal to എന്താ വരിക? 5 മൈനസ് 6, 5 എന്നാണ് 6. അപ്പൊ -0.5 എത്ര വരിക? -0.5 ഇട്ട് പ്രോബ്ലം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 6 പ്ലസ് എഫ് പറഞ്ഞേ, എ പ്ലസ് ഇക്വേഷൻ പറഞ്ഞേ. n മൈനസ് 1 6 പ്ലസ് 8ാമത്തെ ടേമാണ് കാണാൻ പറഞ്ഞേക്കണേ. അപ്പോൾ 8 മൈനസ് 1 ഇൻറ്റു -0.5. ഓക്കെ അല്ലേ? അപ്പോ 6 പ്ലസ് 7 ഇൻറ്റു -0.5 മോളെ d is equal to 5 5.5 കൊടുത്താൽ മതി. -6 ചെയ്യുക. 5 6 കുറച്ച് -0.5 ആണ് കേട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ 7 ഇൻറ്റു 0.5 എത്രയൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്തേ. 7 ഇൻറ്റു 0.5 3.5. യെസ്. അപ്പൊ നമുക്ക് -3.5 എന്നല്ലേ കിട്ടിയേ. അപ്പൊ ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? അപ്പൊ 6ൽ നിന്ന് 3.5 കുറച്ച് എത്രയാ? 2.5. അപ്പൊ ആൻസർ ഈസ് 2.5. ഈ 2.5 എന്ന് പറഞ്ഞാൽ ഈ 5/2 ഒന്ന് ചെയ്ത് നോക്കി. നമുക്കിവിടെ 5/2 ആൻസർ കിട്ടിയേക്കണേ. അവർ അര വെച്ച് തന്നെ ചെയ്തേക്കണം. 5/2 കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കി. അപ്പൊ ആൻസർ 2.5 തന്നെയാണ്. കത്തിയോ? എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എക്സാക്ട് നമ്പർ ആയിട്ട് എഴുതാം. നിങ്ങൾ 0.5 വെച്ചല്ലേ ചെയ്തേക്കണം. അപ്പൊ ആൻസർ നമുക്ക് കറക്റ്റ് നമ്പറിൽ കിട്ടി 2.5. ഇവര് ക്വസ്റ്റ്യനിൽ അര വെച്ച് ചെയ്തേക്കണേ, മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് 5/2. അപ്പൊ എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെയാണ് കേട്ടോ. ക്ലിയർ ആയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയത് ക്ലിയർ ആയോ? 2.5 എന്താണ്? ക്ലിയർ ആണല്ലോ അല്ലേ? പോയിന്റ് ഇട്ട് ചെയ്താൽ മതി. അര വരുമ്പോ അരാന്നിട്ട് കൊടുക്കണമെന്നില്ല. പോയിന്റ് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 0.5 ആണ് കേട്ടോ. അപ്പൊ കാൽക്കുലേറ്ററിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്തോളൂ, കിട്ടും ആൻസർ കേട്ടോ. ഓക്കെ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ക്വസ്റ്റ്യനിൽ നമ്മളോട് nth ടേമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളൂ?
nth ടേം എന്ന് പറഞ്ഞ മക്കളെ എന്നിന്റെ അവിടെ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ a = ഇവിടെ എത്രയാ? ഫസ്റ്റ് ടേം എത്രയാ? 3 ആണ്. ആ ഡി എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 5 ന്ന് 3 കുറച്ചാൽ 2. ഇക്വേഷൻ അപ്ലൈ ചെയ്തേ. 3 + n - 1 × 2. ക്ലിയർ ആണോ? അപ്പോൾ 3 + n - 1 × 2 അല്ലേ വരണേ? അപ്പൊ 3 പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഈ 2നെ n വെച്ച് ആദ്യം ഇൻറ്റു ചെയ്യാം. അപ്പൊ 2 × n എത്രയാ പറഞ്ഞേ? 2n മൈനസ് ഇനി 2നെ 1 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോഴോ? ഇതിൽ 2 നമ്പറുകൾ ഉണ്ടല്ലോ, 3ഉം 2 നമ്പറാണ്. 2n മാത്രം അവിടെ നിർത്താം. അപ്പൊ 3 ന്ന് 2 കുറച്ചാൽ എത്രയാ? പറഞ്ഞുതരാം. അപ്പൊ 1 സെക്കൻഡ് ഇടാ. അപ്പൊ 3 ന്ന് 2 കുറച്ചാൽ എത്രയാ? 2n + 1. ഇതാണ് നമ്മുടെ ആൻസർ. നോക്കി ആൻസർ കറക്റ്റ് അല്ലേ? കണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം കേട്ടോ. നമുക്കറിയാം 3 + n - 1 × 2 അല്ലേ മക്കളെ? അല്ലേ? അത് ക്ലിയർ ആയില്ലേ എഴുതിയത്? അപ്പൊ 3 പ്ലസ് ഇട്ട് കൊടുത്തു. 2 പുറത്ത് കിടക്കണം. അപ്പൊ 2നെ n വെച്ചു ഇൻറ്റു ചെയ്യണം, 2നെ -1 വെച്ചു ഇൻറ്റു ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 2നെ n വെച്ച് ഇൻറ്റു ചെയ്തു. കണ്ടോ? അപ്പൊ 2 × n എത്ര വരും? 2n. ക്ലിയർ? കത്തിയോ? ഓക്കെ. ഇനി 2 × -1 -2. ക്ലിയർ ആയോ? ഇനി ഇതിൽ നമുക്ക് ഈ കിട്ടിയതിൽ ഇത് 2 നമ്പറാ. 3 എന്ന് പറയുന്നത് -2 എന്ന് പറയുന്ന നമ്പറാ. മറ്റേതിന്റെ കൂടെ n കിടപ്പുണ്ട്. അപ്പൊ n കൂടെ കിടക്കണം, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 3 ന്ന് 2 കുറയ്ക്കാം. 3 ന്ന് 2 കുറച്ചാൽ എത്രയാ? അപ്പൊ the answer is 2n + 1. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ചോദിച്ചോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 2n + 1 എഴുതിയാ മതിയല്ലേ? മതി. അത്രയുള്ള ആൻസർ. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണേ. വിച്ച് ടേം, ശ്രദ്ധിക്കാം കേട്ടോ. വിച്ച് ടേം ഓഫ് ദ സീരീസ് 93 + 90 + 87 + etc. ഈസ് 0? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ? ലാസ്റ്റ് 0 ആയിരിക്കും. അതായത് ഈ 93, 90, 87 അങ്ങനെ കുറഞ്ഞ് പോവാണ് അല്ലേ? അപ്പൊ ഇതിൽ ഏതോ ഒരു ടേം എന്താണ്? 0 ആണ്. ഇങ്ങനെ കുറഞ്ഞ് അവസാനം 0-ലെത്തും. ആ 0 എന്ന് പറയുന്ന നമ്പർ വരുന്നത് ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആണ്? എത്രാമത്തെ n ആണെന്ന്? n എന്ന് പറയുന്ന ടേം അല്ലേ? അപ്പോൾ n എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ക്ലിയർ ആയോ? ഈ ക്വസ്റ്റിന്റെ മീനിങ് പറഞ്ഞുതരാം. വിച്ച് ടേം ഓഫ് ദ സീരീസ് 93 + 90 + 87 + etc. ഈസ് 0? എന്താണെന്നറിയാം എൻ്റെ അർത്ഥം? അതായത് ഈ സീക്വൻസ് ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണേ? 93, 90, 87 ഇങ്ങനെ കുറഞ്ഞല്ലേ പോണേ? അല്ലേ? അപ്പൊ ഇങ്ങനെ കുറഞ്ഞ് എവിടെ എത്തും? 0-ലെത്തും. അപ്പൊ 0 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നത് ഈ സീക്വൻസിൽ എത്രാമത്തെ ടേം ആണ്? ഈ സീരീസിലെ എത്രാമത്തെ ടേം ആയിരിക്കും 0 എന്ന്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ടേം, ഇത് ഫസ്റ്റ് ടേം അല്ലേ? ഇതോ സെക്കൻഡ്, ഇത് തേർഡ്. അപ്പൊ ഇങ്ങനെ പോയി അവസാനം 0 കിട്ടും. ആ 0 എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചേക്കണേ. ക്ലിയർ ആയോ? ക്വസ്റ്റിന്റെ മീനിങ് ക്ലിയർ ആയോ? യെസ്. മക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കുക. ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ഇക്വേഷൻ തരണോ? വേണോ? വേണമെങ്കിൽ തരാം. ഒരു സിമ്പിൾ ആയിട്ട് അതായത് നമുക്ക് n കാണാം, നമ്പർ ഓഫ് ടേംസ് കാണാൻ. അതായത് ഒരു സീക്വൻസിലെ n കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. തരട്ടെ?
നോട്ട് ചെയ്തോ. xn മൈനസ് x1 ബൈ ഡി കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇത് 10ാം ക്ലാസ്സുകാർക്ക് ഞാൻ പഠിപ്പിക്കുന്ന നമ്പർ ഓഫ് ടേംസ് കാണാൻ. നമ്പർ ഓഫ് ടേംസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. xn മൈനസ് x1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ? അതായത് എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയോ? ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ടേം. ഇവിടെ വേണ്ടത് ഏതാ ചോദിച്ചേക്കണേ? അതായത് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഏത് ടേം? 0 അല്ലേ? അപ്പൊ 0 ഇട്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 0 എക്സ് എന്ന് പറഞ്ഞാൽ 0 ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ ആ 0 ഇട്ട് കൊടുക്കുക. മൈനസ് ഫസ്റ്റ് ടേം x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 93 ബൈ കോമൺ ഡിഫറൻസ് എത്ര? 90 93 കുറച്ചാൽ -3 പ്ലസ് 1 ചെയ്യും. അപ്പോ -93 ബൈ -3 എത്രയാ? 93 ബൈ 3 എത്രയാ മക്കളെ? കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. 31 എത്ര വരുന്നത് നോക്കി. 31 പ്ലസ് 1 എത്രയാ? 32. ഇതെല്ലാം ആൻസർ നോക്കി. 32ാമത്തെ ടേം ആണ് 0. സെറ്റ് അല്ലേ? ഇത് വേറെ xn മൈനസ് x1 ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, ഈ ഇക്വേഷൻ വേറെ എവിടെയും കിട്ടൂല കേട്ടോ. xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എഴുതിച്ചോളൂ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടേമാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ അത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത് ചെയ്തപ്പോഴേ നിങ്ങൾക്ക് പോയിന്റ് വന്നു മക്കളെ. എന്ത് വന്നു? കറക്റ്റ് ആയിട്ട് എക്സാക്ട് നമ്പർ കിട്ടിയില്ല. ഇപ്പൊ 30.5 എന്നൊക്കെ കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 0 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതിന്റെ ഒരു ടേം അല്ല. സത്യാ? പോയിന്റ് വന്നാൽ അപ്പൊ നിങ്ങൾ കൺക്ലൂഷനിൽ എത്തണം. ഒരിക്കലും ഇതില് ആ നമ്പർ ഒരു പദമായിട്ട് വരില്ല. സെറ്റ് അല്ലേ? ഇവിടെ നമുക്ക് കറക്റ്റ് 31 പ്ലസ് 1 32 കിട്ടിയെന്ന് നമുക്ക് പറയാം. 32ാമത്തെ ടേം ആണ് 0. സെറ്റ് അല്ലേ? യെസ്. എങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്തേ. വിച്ച് ടേം ഓഫ് ദ സീരീസ് 12 പ്ലസ് 9 പ്ലസ് 6 ഈസ് ഈക്വൽ ടു -100? പറഞ്ഞോ. അപ്പൊ എങ്ങനെ ചെയ്യാ? xn എത്രയാ? -100 മൈനസ് 12 ബൈ കോമൺ ഡിഫറൻസ് 9 12 കുറച്ചാ -3 പ്ലസ് 1. ശരിയല്ലേ? യെസ്. അപ്പൊ -100 മൈനസ് 12 കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. -100 മൈനസ് 12 കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. -112 ഡിവൈഡഡ് ബൈ -3 പ്ലസ് 1. അപ്പൊ -112 ബൈ -3 എത്രയാ? കാൽക്കുലേറ്റർ അടിച്ചേ. എത്രയാ? ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യും. -112 ബൈ -3 37.3 കിട്ടിയേ. 3 പ്ലസ് 1 ചെയ്തപ്പോ 38.3. ശരിയല്ലേ? 38.3. അപ്പൊ നമുക്ക് എന്ത് പറയാം? there exists no term in the series which is equal to -100. അപ്പൊ -100 is not a term of the sequence. ക്ലിയർ ആണോ? കേട്ടില്ല? -112 മൈനസ് 12 നമ്മുടെ ഇക്വേഷൻ എന്താ? xn ഇക്വേഷൻ അറിയാലോ നിങ്ങക്ക്. മറ്റേ ഇക്വേഷനില് ഇപ്പൊ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അവരൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ.
അതായത് നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഏതാ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അല്ലേ. അപ്പം നിങ്ങൾ കുറച്ച് വഴികൾ അവിടെ കൂടുതൽ ചെയ്യേണ്ടി വരും. അതല്ല, ഞാൻ കുറച്ച് എളുപ്പത്തിലാക്കാനാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചത്. അത് മനസ്സിലായി. ഇതൊന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഇക്വേഷൻ മനസ്സിലായോ? എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് 1. നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണം. നിങ്ങൾ എന്തായിട്ട് കൊടുക്കുക? എക്സ് എൻ ആയിട്ട് കൊടുക്കുക അല്ലേ. അപ്പം -100 അല്ലേ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ -100 മൈനസ് എക്സ് വൺ പറ ഫസ്റ്റ് ടേം എത്രയാ? 12 ഡിവൈഡഡ് ബൈ നമ്മുടെ കോമൺ ഡിഫറൻസ് 9 നിന്ന് 12 കുറച്ചാൽ -3 പ്ലസ് 1. ക്ലിയർ ആണോ? ഓക്കെ. -100 -12 കാൽക്കുലേറ്റർ അടിച്ച് -100 -12 -112 ബൈ -3 എത്ര വരും? അപ്പൊ ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരുന്നുണ്ട്? പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം ഇറ്റ് ഈസ് നോട്ട് എ ടേം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇയാള് പറഞ്ഞ ഇക്വേഷൻ ചെയ്യണോ വേണോ? അതാ പറഞ്ഞു. അല്ല, ടെക്സ്റ്റിലുള്ള ഇത് പക്ക മാത്സ് ആണ് മോളെ. മാത്സ് പറഞ്ഞ ഏത് ഇക്വേഷൻ ചെയ്താലും ആൻസർ കിട്ടുകയാണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കണം. കാരണം അത്രേ ഉള്ളൂ. കാരണം ഈ പേപ്പറൊക്കെ നോക്കുന്നത് മാത്തമാറ്റിക്സിലെ പോണേ. മാത്സ് ടീച്ചറാ പേപ്പർ നോക്കുക BNMന്റെ. അല്ലാതെ നമ്മുടെ കൊമേഴ്സിലെ ടീച്ചേഴ്സ് അല്ല, മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് നോക്കുക. അപ്പൊ അതുകൊണ്ട് ഏത് ഇക്വേഷനിൽ ചെയ്താലും ആൻസർ കിട്ടിയ ഫുൾ മാർക്കാണ് കേട്ടോ. ഓക്കെ. അല്ല, കൺഫ്യൂഷൻ ആക്കണം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ആ ഒരു ഇക്വേഷൻ തന്നേ ഉള്ളൂ. നമ്പർ ഓഫ് ടേംസ് കാണാം കേട്ടോ. ഓക്കെ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്ര ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. 2 ഇക്വേഷൻ ഞാൻ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഇക്വേഷൻ? nth ടേം കാണാൻ. നമ്മുടെ ടേം കാണുന്ന ഇക്വേഷൻ എന്താ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇനി ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനോ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അടുത്ത ദിവസം നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. Good night. Thank you, sir.